കണ്ണൂർ മേലേച്ചൊവ്വയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരോഷ് ലെക്ചറിന് നേരെ അക്രമികളുടെ കല്ലേറ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി അസഭ്യം പറയുകയും ചെയ്തു. ആക്രമണത്തിൽ 1,10,000 രൂപയുടെ നാശനഷ്ടമാണുണ്ടായതെന്ന് ശ്രീരോഷ് ഡയറക്ടർ AP റെജി പറഞ്ഞു. സംഭവത്തിൽ മുണ്ടയാട് സ്വദേശികൾക്കെതിരെ കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകി. നാട്ടുകാർക്ക് ഉറങ്ങുന്നു മണി ഇതിൽ എക്സസ് യൂസോ കണ്ടുകൊണ്ട് വെള്ളമോ നീയാലും ക്യാമറ കാണിട്ട് തന്നെ കണ്ണൂർ മേലേച്ചൊവ്വ ലോക്നാഥ് റോഡിൽ പുതുതായി നിർമ്മിക്കുന്ന ശ്രീരോഷ് ലെക്ചറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 അക്രമമുണ്ടായത്. 2 പേർ ചേർന്നാണ് CCTV ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ നശിപ്പിച്ചത്. അക്രമികൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ അസഭ്യം പറയുകയും ചെയ്തു. നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരോഷ് ലെക്ചറിന് എതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 2 പേരാണ് അക്രമം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയാണ് 2 പേർക്കുമെതിരെ പരാതി നൽകിയതെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ശ്രീരോഷ് ഡെവലപ്പേഴ്സ് ഡയറക്ടർ AP റെജി പറഞ്ഞു. ചൊവ്വ ആക്ഷൻ കമ്മിറ്റി അവിടെ ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 2 വ്യക്തികൾ വന്നിട്ട് ഞങ്ങളുടെ ഗേറ്റ് തല്ലിപ്പൊളിക്കുകയും അതേമാതിരി വലിയ നീളമുള്ള ഫ്ലക്സ് ബോർഡ് എറിഞ്ഞ് തകർക്കുകയും അതേപോലെ ഞങ്ങളുടെ CCTV നശിപ്പിക്കുകയും ചെയ്തു. അവർ അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സൈറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 2 ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പാമ്പുകളുടെ ശല്യമൊക്കെ കൂടുതലായതുകൊണ്ട് അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് 2 ലൈറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് കത്തിക്കുന്നതുകൊണ്ട് ആണ് KSEB പവർ കട്ട് ഏർപ്പെടുത്താൻ പോകുന്നതെന്നാണ് അവരുടെ വിശദീകരണം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർമാരായ പ്രേമരാജനും അദ്ദേഹത്തിൻ്റെ മകൻ പ്രനു പ്രേമരാജനും കൂടിയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇത് കൂടാതെ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനി ഇതേമാതിരി പോയി കഴിഞ്ഞാൽ ഞങ്ങളെ സെക്യൂരിറ്റിനെ അവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നും ലൈറ്റ് ഓഫ് ചെയ്യാതെ സെക്യൂരിറ്റിയുടെ ലൈറ്റ് ഓഫ് ചെയ്യാതെ അവിടെ പോകില്ലെന്നും അവർ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും നമുക്ക് ഉള്ള സ്വാതന്ത്ര്യമുള്ള ഈ ഒരു നാട്ടിൽ ഇപ്പോഴും ഈ ഗുണ്ടയായുസം നിലനിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പരാതി അവർ ഉടനെ സ്വീകരിക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്തായാലും ഞങ്ങൾക്കിതിന് നീതി ലഭിക്കുന്നതുവരെ ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരുമെന്നുള്ളതാണ് എനിക്കിതിൽ അറിയിക്കാനുള്ളത്. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു. ലോക്നാഥ് റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരോഷ് ലെക്ചറുമായി ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നെന്നും ശ്രീരോഷ് ഡെവലപ്പേഴ്സ് ഡയറക്ടർ AP റെജി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.